We are going to start. Take page number 44. Page number 44. We are discussing the chapter Aditi's New School. Our 9th chapter, Aditi's New School. And in the last class, we discussed section E, say these words aloud. And next one, F, make sentences, say them aloud. Okay, here we can see there are 3 columns. 3 columns ഉണ്ട് അവിടെ കണ്ടോ? ടെക്സ്റ്റ് ബുക്ക് നോക്കി എല്ലാവരും. Here we can see 3 columns അല്ലേ? അവിടെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. എന്റെ പൊന്നുമക്കൾക്ക് അത് വായിക്കാൻ അറിയോ? അറിയോ ഇത് വായിക്കാൻ? ഇല്ല, നമുക്ക് നോക്കാം അല്ലേ? Make sentences. അവിടെ എന്തൊക്കെയോ ഇങ്ങനെ വരച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കോളത്തിൽ എന്തൊക്കെയാ ഉള്ളത്? ഒന്നാമത്തെ കോളത്തിൽ എന്തൊക്കെയാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? എന്തൊക്കെയാ കാണാൻ പറ്റുന്ന ഒന്നാമത്തെ കോളത്തിൽ നോക്കിയേ. ഫസ്റ്റ് വൺ ഇതാണ്. പേജ് നമ്പർ 44 ആണ്. എടുത്തില്ലേ എല്ലാവരും? പേജ് നമ്പർ 44 എടുത്തവരല്ലേ എല്ലാവരും? നോക്കാം. ഫസ്റ്റ് വൺ ഐ. ഓക്കെ, ഐ. സെക്കൻഡ് വൺ വി. സ്പെല്ലിംഗ് ഈസ് W-E, വി. ഓക്കെ, എന്താ സ്പെല്ലിംഗ് വിന്റെ? W-E. And third one U, Y-O-U, U, Y-O-U, U. Okay, and last one they, T-H-E-Y, they. Okay, I എന്ന് പറഞ്ഞാൽ ആരാണ്? ഞാൻ. I, എനിക്ക്, ഞാൻ എന്ന് പറയുന്നത്. ഓക്കെ, we means ഞങ്ങൾ. വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങൾ. അശ്വിനി, listen here. Okay, third one you. You എന്ന് പറഞ്ഞാൽ ആരാണ്? നീ. You, നിങ്ങൾ. You. Okay, last one they, അവർ. അപ്പൊ വേർഡ് മീനിങ് കിട്ടിയോ? I, we, you, they. ഒന്നാമത്തെ കോളത്തിൽ ഏതൊക്കെയാണ്? I, ഞാൻ. we, ഞങ്ങൾ. you, നീ അല്ലെങ്കിൽ നിങ്ങൾ. they, അവർ. ഓക്കെ, they എന്ന് പറഞ്ഞാൽ ആരാണ്? അവർ. They are playing. അവർ കളിച്ചുകൊണ്ടിരിക്കുന്നു. They are playing. Okay, they are eating. അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നു. They are singing. അവർ പാടിക്കൊണ്ടിരിക്കുന്നു. They are playing. അപ്പൊ they എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ. we എന്ന് പറഞ്ഞാൽ we are playing. We are playing. ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. We are playing. We are singing. We are listening in the class. നിങ്ങൾക്ക് എങ്ങനെ പറയാം? We are listening in the class. നമ്മൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? Then you are a teacher. You are a teacher. നിങ്ങൾ ഒരു ടീച്ചർ ആകുന്നു. നിങ്ങൾ. അപ്പൊ you എന്ന് പറഞ്ഞാൽ യുവിന്റെ ഉപയോഗം എന്താണ്? you എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ. ഓക്കെ, you are a smart boy. ടീച്ചേഴ്സ് പറയാറുണ്ട് ചിലപ്പോ you are a smart boy or you are a beautiful girl. You are a, നീ ഒരു സുന്ദരി കുട്ടിയാകുന്നു അല്ലേ? You are a smart boy. നീ ഒരു സ്മാർട്ട് ബോയ് ആകുന്നു. അപ്പോൾ നീ അല്ലെങ്കിൽ നിങ്ങൾ എന്നാണ് യു എന്ന വേർഡിന്റെ മീനിങ്. വേർഡ് മീനിങ് എന്താണ്? യു, നീ അല്ലെങ്കിൽ നിങ്ങളാണ്. Then എന്താണ് അവിടെ ഹാവ് വെച്ചിട്ട് വരുന്നുണ്ട് അല്ലേ? I am മാനസ അല്ലേ? I have a sister. എനിക്കൊരു സിസ്റ്റർ ഉണ്ട്. അവിടെ ഐന്റെ യൂസേജ് എന്താണ്? I am മാനസ അല്ലേ? ഞാൻ മാനസയാണ്. ഞാൻ എന്നുള്ള യൂസേജ് അവിടെ വന്നു. I have a sister. എനിക്കൊരു സിസ്റ്റർ ഉണ്ട് എന്ന് പറയാനും നമ്മൾ എനിക്ക് എന്നുള്ളത് അവിടെ I എന്നാണ് നമ്മൾ യൂസ് ചെയ്തത് അല്ലേ? ഐന്റെ യൂസേജസും കിട്ടിയല്ലോ. I, we, you, they. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. എന്റെ മക്കൾ ഇത് പഠിച്ചേ പറ്റൂ. സെന്റൻസ് ബിൽഡ് ചെയ്യണ്ടേ അല്ലേ? തന്നെ സെന്റൻസ് ഉണ്ടാക്കി പറയണ്ടേ? മലയാളം നമ്മൾ പറയുന്ന പോലെ ഇംഗ്ലീഷിൽ സെന്റൻസ് പറയണ്ടേ? അപ്പൊ എന്ത് വേണം? ഇതിന്റെ ഒക്കെ വേർഡ് മീനിങ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് വൺ I, we, you, they. ഓക്കെ, മനസ്സിലായോ എന്റെ മക്കൾക്ക്? ഡു യു ഹാവ് എനി ഡൗട്ട്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടോ? ഹാദിക്കുണ്ടോ? ഉണ്ടെന്നാണോ ഹാദി പറഞ്ഞേ? ഇല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. ലാസ്റ്റ് he.
second column. In the second column we can see two words are there, and the first one he എന്ന് പറഞ്ഞാൽ he is a beautiful boy, he is a smart boy. Okay, അപ്പൊ he എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ. he is a doctor, he is a doctor അല്ലേ? അവൻ. he എന്ന് പറഞ്ഞാൽ അവൻ. ഇനി അവൾ എന്ന് പറഞ്ഞാൽ അവൾ എന്നുള്ള വേർഡിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? she is a doctor, അവൾ ഒരു ഡോക്ടർ ആകുന്നു. he is a doctor, അവൻ ഒരു ഡോക്ടർ ആകുന്നു. he is a doctor, she is a doctor, she is a teacher. Okay, he is an engineer. അപ്പൊ he എന്ന് പറഞ്ഞാൽ അവൻ, she എന്ന് പറഞ്ഞാൽ അവൾ. കിട്ടിയോ? കിട്ടിയോ മക്കൾക്ക്? I എന്ന് പറഞ്ഞാൽ ഞാൻ, we എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, they എന്ന് പറഞ്ഞാൽ അവർ, he എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ, she എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ കൂടെ വേറെ ചില വേർഡ്സ് കൂടി കൂട്ടുമ്പോ ഇതിന്റെ വേർഡ് മീനിങ്, കറക്റ്റ് വേർഡ് മീനിങ് ആണ് ഇപ്പൊ മിസ് പറഞ്ഞു തന്നത്. ഇവിടെ they have കൂട്ടുമ്പോ അവർക്ക്, ഞങ്ങൾക്ക്, എനിക്ക്, നിനക്ക് എന്നുള്ള വേർഡ് മീനിങ് ആണ് വരിക. അതിന്റെ കൂടെ ഹാവ് കൂട്ടുമ്പോ അല്ലെ? ഐ പ്ലസ് ഹാവ് വരുമ്പോ എനിക്ക് വരും. വി പ്ലസ് ഹാവ് വരുമ്പോ വി ഹാവ് എന്ന് വരുമ്പോ ഞങ്ങൾക്ക്, വി ഹാവ്. ഐ ഹാവ് എനിക്ക്, യു ഹാവ് അപ്പൊ നിനക്ക്, ദേ ഹാവ് അല്ലെ? അപ്പൊ അവർക്ക്. ഓക്കെ, ഇനി നോക്കാം, നമുക്ക് സെന്റൻസ് ബിൽഡ് ചെയ്ത് നോക്കാം. ഈ കോളത്തിൽ സെക്കൻഡ് കോളത്തിൽ ഫസ്റ്റ് വൺ ഹാവ്, HAVE ഹാവ്. ഇത് ഹാസ്, HAS ഹാസ്. ഇവിടെ തേർഡ് കോളത്തിൽ എ ബലൂൺ ഉണ്ട്, ഇവിടെ 3 ബുക്സ് ഉണ്ട്. എ ബലൂൺ ആൻഡ് 3 ബുക്സ്. ഇനൊന്ന് നോക്കിയേ, അവിടെ ഒരു ലൈൻ ഉണ്ട് അല്ലെ? ഫസ്റ്റ് വൺ ഐ എന്നിടത്തേക്ക് ഹാവിലേക്ക് പോകുന്നുണ്ട്. ഐ ഹാവ് 3 ബുക്സ്. എനിക്ക് എത്ര ബുക്സ് ഉണ്ട്? ഐ ഹാവ് 3 ബുക്സ്. എനിക്ക് 3 ബുക്സ് ഉണ്ട്. എന്താ എന്റെ മലയാളം മീനിങ് വരിക? ഐ ഹാവ് 3 ബുക്സ് മീൻസ് എനിക്ക് 3 ബുക്സ് ഉണ്ട്. ഓക്കെ, ഐ ഹാവ് 3 ബുക്സ്. റീഡ് വിത്ത് മീ. ഐ പ്ലസ് ഹാവ്, ഐ ഹാവ് 3 ബുക്സ്. ഐ ഹാവ് 3 ബുക്സ്. ഓക്കെ, ഐ ഹാവ് 3 ബുക്സ്. ഐ ഹാവ് 3 ബുക്സ്. അപ്പൊ അതൊരു സെന്റൻസ് ആയി. സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കുറെ, ഇപ്പൊ 1, 2, 3 വേർഡ്സ് കൂട്ടിയപ്പോ ഒരു സെന്റൻസ് ആയി അല്ലെ? ഇതെന്താണ്? വേർഡ്സ് ആണ്. ഐ ഹാവ് 3 ബുക്സ് എന്നൊക്കെ പറയുന്ന വേർഡ്സ് ആണ്. ആ വേർഡ്സ് ഒക്കെ ഒരുമിച്ച് കൂടി അല്ലെ? നമ്മൾ ഒരുമിച്ച് ചേർത്ത് എഴുതി നമുക്കൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള, അർത്ഥമുള്ള, കൃത്യമായിട്ടൊരു അർത്ഥമുള്ള വേർഡ്സ് ആയിട്ട്, വേർഡ്സ് നമ്മൾ എന്താ യോജിപ്പിച്ച് എഴുതി. അപ്പൊ നമുക്കൊരു സെന്റൻസ് കിട്ടി. I have 3 books. Say with me. Read with me. I have 3 books. Beyond the Noble. വായിച്ചേ. I have 3 books. I have 3 books. വായിച്ചോ? The next one. ഇനി സെക്കൻഡ് വേർഡ് ഏതാണ്? ഏതാടോ സെക്കൻഡ് വേർഡ്? ഇതല്ലേ, വി അല്ലേ? വി ആണ് നമ്മുടെ സെക്കൻഡ് വേർഡ് ഫസ്റ്റ് കോളത്തിലെ. വി ഹാവ്, വി പ്ലസ് ഹാവ്, വി ഹാവ്. വിന്റെ കൂടെ നമ്മൾ ഹാവ് കൂട്ടി, അപ്പൊ വി ഹാവ് അഗൈൻ 3 ബുക്സ്. വി ഹാവ് 3 ബുക്സ്. ഓക്കെ, എങ്ങനെ വായിച്ചേ? റീഡ് വിത്ത് മീ. വി ഹാവ് 3 ബുക്സ്. റൈറ്റ്. Take your notebook. All of you take your notebook. നോട്ട് ബുക്ക് എടുത്ത് എല്ലാവരും എന്നിട്ട് എഴുതിക്കോ. നമുക്ക് സെന്റൻസ് എഴുതി പഠിക്കാലോ. I have, okay, sentence building. ഒരു സെന്റൻസ് മേക്കിംഗ് ഇത് വേണമെങ്കിൽ എഴുതിക്കോ. സെന്റൻസ് മേക്കിംഗ്. ഇപ്പൊ വരച്ചത് റസീലാണേ, മിസ് കണ്ടിട്ടുണ്ട്.
ഇവിടെ ഇപ്പോ ബോർഡിൽ ആര് വരച്ചു കഴിഞ്ഞാൽ അവരുടെ പേര് തെളിയുന്നുണ്ട്, സാറിന് പിടിക്കാൻ വേണ്ടിട്ടാ. സാർ ആക്കി വെച്ചതാണ്. ഇപ്പൊ റസീനാണ് വരച്ചിട്ടുള്ളത്. റസീനെ സാർ വിളിച്ചോളൂ. കേട്ടല്ലോ? Sentence making. And first one write. And the first one, I have 3 books. I have 3 books. മക്കള് കണ്ടോ? ഐ നമ്മൾ സെന്റൻസ് എഴുതുന്ന സമയത്ത് ആദ്യം എഴുതുന്നതാണ് അല്ലേ? ആദ്യത്തെ ലെറ്റർ ആണ് അല്ലേ സെൽവ ഫാത്തിമ? എഴുതുന്നില്ലേ? എല്ലാവരും എഴുതണേ. ഐ ഹാവ് 3 ബുക്സ് എന്നുള്ള ഒരു സെന്റൻസ് ആണ്. ആ സെന്റൻസിലെ ഫസ്റ്റ് ലെറ്റർ ഐ ആണ്. ഐ ഹാവ്. സോ ഐ ഷുഡ് ബി ക്യാപിറ്റൽ. ഐ എങ്ങനെ എഴുതണം? ക്യാപിറ്റൽ ലെറ്ററിൽ വേണം എഴുതാൻ. ഓക്കെ. ഐ ഹാവ് 3 ബുക്സ്. റൈറ്റ്? ഐ ഹാവ്. The spelling is I have. H-A-V-E. Have 3 books. The spelling of 3 is T-H-R-E-E. 3 books. The spelling of books is B-O-O-K-S. Books. I have 3 books. Here I plus have plus 3 books. I have 3 books. Okay. I have 3 books. എനിക്ക് 3 ബുക്സ് ഉണ്ട്. I have 3 books. നോക്കിയേ. I have a textbook. എനിക്കൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. I have a textbook. And you also have a textbook. You have a textbook. Okay. I have 3 books, right? I have 3 books. I have 3 books. And second one, we ആണല്ലേ? We plus have ആണ്. We have 3 books. അപ്പൊ മീനിങ് എന്തായി? ഫുൾ സ്റ്റോപ്പ് ഇടണേ സെന്റൻസിന് ശേഷം. ബി ക്യാപിറ്റൽ ആണ്. We have 3 books. നമുക്ക് 3 ബുക്സ് ഉണ്ട്. I have 3 books എന്ന് പറഞ്ഞാൽ എനിക്ക് 3 ബുക്സ് ഉണ്ട്. We have 3 books എന്ന് പറയുമ്പോൾ നമുക്ക് അല്ലെ ഞങ്ങൾക്ക് 3 ബുക്സ് ഉണ്ട്. ആ ഐയും വിയും മാത്രമേ മാറുന്നുള്ളൂ അല്ലെ? ആദ്യം ഐ ഉള്ള സ്ഥലത്ത് നമ്മൾ വി എന്ന് മാത്രമേ മാറ്റി എഴുതുന്നുള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ്. I have 3 books. We have 3 books. Okay. And which is the third one? Which is the third one? Okay, do. Okay, have you finished? എന്റെ മക്കൾ എഴുതി കഴിഞ്ഞോ? കഴിയാത്തവർ എത്ര പേരുണ്ട്? കുറെ ആളുണ്ടാ? വേഗം എഴുതി കഴിഞ്ഞു. വേഗം തീർത്തേ. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. സ്പീഡ് ആക്കിയേ. I have 3 books. And the second one is we have 3 books. Okay, and third one നമുക്ക് you അല്ലേ? അപ്പൊ എങ്ങനെ എഴുതാം? you മാത്രം മാറ്റിയാൽ മതി അല്ലേ? Right? You have 3 books. You have 3 books. Third one. You have 3 books. നിനക്ക് 3 books ഉണ്ട്. ആദ്യം പറഞ്ഞു I have 3 books. We have 3 books. And third one, you have 3 books. You have 3 books. നിനക്ക് 3 books ഉണ്ട് അല്ലെ? നിങ്ങൾക്ക് 3 books ഉണ്ട്. ആദ്യം I have 3 books. എനിക്കൊരു
എനിക്ക് 3 ബുക്സ് ഉണ്ട്. സെക്കൻഡ് വൺ വി ഹാവ് 3 ബുക്സ്, നമുക്ക് 3 ബുക്സ് ഉണ്ട്. ആൻഡ് തേർഡ് വൺ യു ഹാവ് 3 ബുക്സ്, നിനക്ക് 3 ബുക്സ് ഉണ്ട്. Okay, and which is the fourth one? Fourth one ഏതാടോ? They ആണല്ലേ. അപ്പൊ എങ്ങനെ എഴുതാം? They have 3 books. അവർക്ക് 3 ബുക്സ് ഉണ്ട്. Fourth one ആണ്. It should be capital. They have They have 3 books. They have 3 books. They have 3 books. I have 3 books. We have 3 books. You have 3 books. And last one, they have 3 books. Ashwini, അടിവാണ് അശ്വിനി. ബോർഡിൽ ഞാൻ എഴുതാൻ പറഞ്ഞു ഇല്ലല്ലോ? Okay, have you finished? First one, I have 3 books. We have 3 books. You have 3 books. And last one, they have 3 books. ഇനി നെക്സ്റ്റ് നോക്കാം. അവിടെ 3 ബുക്സ് മാത്രല്ല, എ ബലൂണും കൂടി ഉണ്ട് അല്ലേ? മുകളിലെ കോളത്തില് തേർഡ് കോളത്തിൽ ഫസ്റ്റ് വൺ ഏതാ? എ ബലൂൺ ആണല്ലേ? Then we can write I have a balloon. അല്ലേ? I have 3 books എന്നുള്ള സ്ഥലത്ത് നമുക്ക് I have a balloon എന്ന് എഴുതാം. I have a balloon. എനിക്കൊരു ബലൂൺ ഉണ്ട്. എ ബലൂൺ ഒറ്റൊന്നാണ് അല്ലേ? എ എന്ന് പറഞ്ഞാൽ ഒന്നിനെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോ എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതേണ്ടത്? I have a balloon എന്ന് എഴുതാം. I have a balloon. ഇനി ഞങ്ങൾക്കൊരു ബലൂൺ ഉണ്ടെന്ന് എങ്ങനെയാ പറയാ? അലൻ ജോസഫ്, എനിക്കൊരു ബലൂൺ ഉണ്ടെന്ന് I have a balloon എന്ന് പറയാം. ഇനി ഞങ്ങൾക്കൊരു ബലൂൺ ഉണ്ടെന്ന് എങ്ങനെയാ പറയാ അലനെ? We have a balloon. വെരി ഗുഡ്, നല്ല മോനാണ്. We have a balloon എന്ന് പറയാം. ഞങ്ങൾക്കൊരു ബലൂൺ ഉണ്ട്. ഇനി നിനക്കൊരു ബലൂൺ ഉണ്ട് എന്ന് എങ്ങനെയാ പറയാ? ടീന സുനിൽകുമാർ, how can we say? You have a balloon. വെരി ഗുഡ്. ഇനി നെക്സ്റ്റ്, അവർക്കൊരു ബലൂൺ ഉണ്ട് എന്ന് എങ്ങനെയാ പറയാ? ഹാദി, അവർ എന്നുള്ളതിന്റെ വേർഡ് ഏതാന്ന് പറഞ്ഞത്? വെരി ഗുഡ്. അപ്പൊ നമുക്കതൊന്ന് എഴുതാം, നോട്ട്ബുക്കിലേക്ക് എഴുതാം. ഫസ്റ്റ് വൺ എന്ത് എഴുതേണ്ടത്? സ്പെല്ലിംഗ് തെറ്റിക്കാതെ എഴുതണേ. I should be capital. ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ ആയിരിക്കണം. I have a balloon. I have a balloon. Right? I have a balloon. I should be capital. The spelling of balloon is B-A-L-L-O-O-N. Balloon. I have a balloon. Okay? The first one is I have a balloon. And which is the second one? Second one എങ്ങനെ എഴുതാനാണ് നമ്മൾ പറഞ്ഞത്? We have a balloon. W should be capital. We have a balloon. We have a balloon.
We have a balloon. We have a balloon. സ്പീഡിൽ എഴുതണേ. രണ്ടാമത്തെ സെക്ഷൻ ആണ്, അപ്പൊ സ്പീഡ് ആക്കണം. നമ്മൾ സ്പെല്ലിംഗ് എല്ലാം പഠിച്ചു. വീന്റെയും ഹാവിന്റെയും ഒക്കെ സ്പെല്ലിംഗ് നമ്മൾ പഠിച്ചതാണ്. Then third one, you have a balloon. You have a balloon. Okay, നിനക്കൊരു ബലൂൺ ഉണ്ട്. You have a balloon. You have a balloon. You have a balloon. And another one is, അവർക്കൊരു ബലൂൺ ഉണ്ട്. എങ്ങനെ എഴുതാ? അവർ എന്നുള്ളതിന്റെ വേർഡ് ഏതാണ്? ദേ ആണല്ലേ. THEY. അവർക്ക് എന്നാകണമെങ്കിൽ ദേന്റെ കൂടെ ഹാവ് കൂട്ടണം അല്ലേ. And we can write they have a balloon. They have a balloon. Okay, all of you finished? മക്കളെ എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞോടോ? Then make it fast. സ്പീഡിൽ എഴുതിയേ. നോക്കട്ടെ ആരാ ഫസ്റ്റ് കഴിയുന്നേന്ന്. ഫസ്റ്റ് ആരാ കഴിയുന്നത് നോക്കട്ടെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ. I have a balloon. We have a balloon. You have a balloon. And they have a balloon. Okay. Do not write anything on the board without my permission. Okay. എന്റെ പെർമിഷൻ ഇല്ലാതെ ആരും ഒന്നും ബോർഡിൽ എഴുതാൻ പാടില്ല. Take it as a warning. Okay, എഴുതി കഴിഞ്ഞവരാണോ എല്ലാവരും? Okay, എഴുതി കഴിയാത്ത ആരും ഇല്ലല്ലോ ഇനി? No, very good. പൊന്നു മക്കളാണ്. ഷഹബറ എഴുതി കഴിഞ്ഞില്ലേ? സ്പീഡിൽ എഴുതിയ മോളെ. എല്ലാവരും എഴുതി കഴിഞ്ഞു. സ്പീഡിൽ എഴുതണേ. First one, I have 3 books. We have 3 books. You have 3 books. They have 3 books. I have a balloon. We have a balloon. You have a balloon. And they have a balloon. Next classൽ ഞാൻ ചോദിക്കും, പഠിച്ചിട്ട് മാത്രം വന്നാൽ മതി. എഴുതാനും പഠിച്ചിട്ട് വന്നാൽ മതിയേ. നെക്സ്റ്റ് ക്ലാസ്സിൽ മൺഡേ. Okay, that's enough. ഒരാൾക്ക് വേണ്ടി ബാക്കിയുള്ളവർ ഇത്രയും കാത്തു നിൽക്കണ്ടേ? അപ്പൊ ഷഹബാറ യൂട്യൂബിൽ കണ്ടിട്ട് ക്ലാസ് എഴുതിയെടുക്കാം കേട്ടല്ലോ. അപ്പൊ നെക്സ്റ്റ് നോക്കാം. ഇനി എന്താ എഴുതേണ്ടത്? അവിടെ ഹീ ഉണ്ട്, ഷീ ഉണ്ട്. ഇൻ ദ സെക്കൻഡ് കോളം വി ക്യാൻ സീ ഫസ്റ്റ് വൺ ഹീ. ഇതെന്താ വായിക്കുക? ഹീ, HE, ഹീ അവൻ. ഷീ, SHE, ഷീ അവൾ. ഇനി അതിന്റെ കൂടെ നമ്മൾ ഹാസ് എന്നുള്ളത് മാത്രമേ ചേർക്കുള്ളൂ. He has അവന്. She has അവൾക്ക്. ഓക്കെ, അപ്പൊ ഹീന്റെയും ഷീന്റെയും കൂടെ ഹാസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അതൊക്കെ നിങ്ങൾ വലുതാവുമ്പോ പഠിക്കുക. അപ്പം അവൾക്ക് 3 ബുക്സ് ഉണ്ട് എന്ന് എങ്ങനെ പറയാ? ആദ്യം നമുക്ക് ഹീ എഴുതാം. അവന് 3 ബുക്സ് ഉണ്ടെന്ന് എങ്ങനെ പറയാ? ഹീ പ്ലസ് ഹാസ് പ്ലസ് 3 ബുക്സ്. അപ്പൊ എങ്ങനെ എഴുതാം? He has 3 books. Right? He has 3 books. എഴുതിക്കോ.
should be capital. H capital letter ആണ്. He has 3 books, right? He has 3 books. He has 3 books. Okay. He has 3 books. Right? He has 3 books. Has in the spelling എന്താ? HAS ആണ്. Have in the spelling എന്തായിരുന്നു? HAVE ആണ് അല്ലേ? Have. Okay? He has 3 books. ഇനി അവൾക്ക് 3 books ഉണ്ടെന്ന് എങ്ങനെ എഴുതാടോ? Right? She has 3 books. She has 3 books. Okay? He has 3 books and she has 3 books. Right? He has 3 books and she has 3 books. He has 3 books എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് 3 ബുക്സ് ഉണ്ട്. ഇനി she has 3 books എന്ന് പറയുമ്പോൾ അവൾക്ക് 3 ബുക്സ് ഉണ്ട്. First one, he has 3 books and another one, she has 3 books. എന്റെ മക്കൾ എഴുതിയ സ്പീഡില് ഓക്കെ. ഇനി അവൻ ഇത് എഴുതി കഴിഞ്ഞവരല്ലേ എല്ലാവരും? Have you finished? Have you finished? എന്റെ മക്കൾ എഴുതി കഴിഞ്ഞോ? നൈല ഷക്കീറിനുള്ള ഉറക്കം വന്നിട്ട്. ഓക്കെ. ഇനി അവൻ ഒരു ബലൂൺ ഉണ്ട് എന്ന് എങ്ങനെ പറയാ? അവൻ ഒരു ബലൂൺ ഉണ്ട് എന്ന് എങ്ങനെ പറയാ? Right? He has a balloon. We can write he has a balloon. Okay. He has a balloon. And put a full stop also. He has a balloon. He has a balloon. ഇനി അവൾക്കൊരു ബലൂൺ ഉണ്ടെന്ന് എങ്ങനെ പറയാ? She has a balloon. She has a balloon. Okay. He has a balloon and she has a balloon. He has a balloon and she has a balloon. Okay. He has a balloon and she has a balloon. He has a balloon and she has a balloon. Okay. Have you finished? എന്റെ മക്കൾ എഴുതി കഴിഞ്ഞോ? നോക്കട്ടെ. കഴിഞ്ഞവരാണോ എല്ലാവരും? ഓക്കെ. ഒന്ന് വായിച്ചേ നീലാഞ്ജന. Where is your link, Rashida Miss? You just send it? I have 3 books. We have have 3 books. You have 3 books. They have 3 books. I have a balloon. അടുത്തത് We have a balloon. You have a balloon. They have a balloon. He ഒച്ചത്തില് has 3 books. She She has
has 3 books. 3 books. He He has has a balloon. a balloon. ഉച്ചത്തില് She has a balloon. a balloon. എന്റെ പൊന്നുമോള് വായിക്കാൻ പഠിക്കണേ. ഈ ലാൻസന മോള് വായിക്കാൻ പഠിക്കണേ. ഓക്കെ, എല്ലാവരും ഇന്ന് എഴുതിട്ട് എത്ര പ്രാവശ്യം വായിക്കും? എത്ര പ്രാവശ്യം വായിക്കും? ഓൺലി 5 times. അത് വായിച്ചാ കിട്ടുവോ? You have to read 10 times. നോക്കട്ടെ എത്ര പേര് വായിച്ചിട്ട് വരുന്നത്. 10 times വായിച്ചിട്ടുണ്ടെങ്കിൽ പാരന്റ്സിനെ സൈൻ ചെയ്തിട്ട് ആ ബുക്സിന്റെ സൈഡിൽ ഒന്ന് സൈൻ ചെയ്യിപ്പിച്ചിട്ട് മിസ്സിനെ കാണിക്കാം നെക്സ്റ്റ് ക്ലാസ്സിൽ. 10 times വായിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ. നിങ്ങൾ നല്ല മക്കളല്ലേ? ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ കുട്ടികൾ നല്ല മക്കളല്ലേ? അല്ലേ? അപ്പൊ എഴുതിട്ട് വരില്ലേ? ആണല്ലേ? ഓക്കെ, ഒന്ന് വായിച്ചേ ആയുഷേ. Balloon. I have 3 books. We I have A ഇല്ല അവിടെ. 3 books അല്ലേ? അപ്പൊ ഒന്നിന്റെ ആവശ്യമില്ലല്ലോ. We have 3 books. You have 3 books. They have 3 books. I have a balloon. He has 3 books. She has 3 books. He has a balloon. അതൊറ്റൊരു ബലൂൺ ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ എ ചേർത്തത് അല്ലേ? 3 ബുക്സ് എന്ന് പറയുമ്പോൾ ഒരു 3 ബുക്സ് ഉണ്ട് നമ്മൾ പറയുവോ? 3 ബുക്സ് എന്നല്ലേ പറയൂ? ഒറ്റ ഒന്നാകുമ്പോ നമ്മൾ എന്ത് പറയും? എ ബലൂൺ അല്ലേ? അവനൊരു ബലൂൺ ഉണ്ട് എന്ന് പറയും അല്ലേ? അപ്പൊ അങ്ങനെയാണ് വരിക. ഓക്കെ, ആയിഷ വായിച്ചോ, കണ്ടിന്യൂ. He has a balloon. She has a balloon. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആദിതനു. വായിച്ചില്ലേ? നമുക്ക് സന്തോഷായോ? She has a balloon. He has a balloon. ആദിതനു വായിച്ചോ. I have 3 books. I have 3. We have 3 books. We have 3 books. മോനൊന്നും സൗണ്ടിൽ വായിച്ചേ. I have 3 books. I have 3 books. We have 3 books. We have 3 books. You have 3 books. You have 3 books. They have 3 books. They have 3 books. I have a balloon. I have a balloon. We have a balloon. We have a balloon. ഉറക്കെ വായിക്കി. You have a balloon. You have a balloon. ഉറക്കെ വായിക്കി മോനെ. They have a balloon. They have a balloon. സൗണ്ടിൽ വായിച്ചേ. He has 3 books. He has 3 books. She has 3 books. He has 3 books. He has a balloon. He has a balloon. She has a balloon. She has a balloon. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ബാക്കിയുള്ളവർ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് വായിപ്പിക്കാമേ. ക്ലാസ് ലിയോണ, ക്ലാസ് കഴിയാറായി, എന്നിട്ട് ഉറങ്ങാം. സിറ്റ് പ്രോപ്പർലി നിവേദ്യ. ഓക്കെ, ബൈ. സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ഒന്ന് മക്കളായിട്ട് പഠിക്കണേ, നല്ലോണം വായിച്ചു പഠിക്കണേ. 10 പ്രാവശ്യം വായിക്കണം കേട്ടാ. നല്ല മക്കളാവണം എന്റെ 1ാം ക്ലാസ്സിലെ കുട്ടികള്. ഓക്കെ, ബൈ. Okay, before that I had to